അപ്പം താൻ തനിച്ച സമുദായത്തിൻ്റെ നന്മയല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 80% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ അവകാശങ്ങൾ ഓരോന്നായി ഈ ഗവൺമെൻറ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി സംവരണം അട്ടിമറിക്കപ്പെട്ട സംസ്ഥാനം കേരളമാണ്. ജാതി സെൻസസ് നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവാദം വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സ്റ്റാലിൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചല്ലോ, അവിടെ ഒരു അനുവാദം ചോദിച്ചില്ലല്ലോ. ഫ്ലോട്ടിംഗ് സംവരണം നടപ്പാക്കിക്കൊണ്ട് കരയോഗം സർക്കാരായ പിണറായി സർക്കാർ ഈ നാട്ടിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നു. ഞാൻ ചെത്തുകാരൻ്റെ മകനാണെന്ന് രായ്ക്ക് രാമാനം പറയുന്നുവെങ്കിൽ ഈ നാട്ടിലെ ചെത്തുകാരൻ്റെയും ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെയും മക്കൾക്ക് വിദ്യ കൊണ്ട് പ്രഭുത്വരാനുള്ള അവസരം നിഷേധിക്കുവാനുള്ള ഈ നടപടിയിൽ നിന്നും പിന്മാറണം എന്ന വിനീതമായ അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. നമസ്കാരം. പിണറായി സർക്കാർ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരെ അവരുടെ സംവരണത്തിന് നേരെ കാണിക്കുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ ഇന്ന് പ്രതികരിക്കുകയാണ് പിന്നോക്ക വിഭാഗക്കാരായ ജനവിഭാഗം. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം ഇന്ന് കേരളത്തിൽ സംവരണമാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി സംവരണം അട്ടിമറിക്കപ്പെട്ട സംസ്ഥാനം കേരളമാണ്. ശ്രീ പിണറായി വിജയൻ പട്ടികജാതി വിഭാഗവും പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടിലാണ് അധികാരത്തിൽ വന്നത്. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ജനിച്ചത് ചെത്തുകാരൻ്റെ മകനായിട്ടാണ്. പക്ഷേ ചെത്തുകാരുടെ വംശമായി പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ചെത്തുകാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈഴവ സമുദായത്തിലും തീയ സമുദായത്തിലും. അപ്പം താൻ തനിച്ച സമുദായത്തിൻ്റെ നന്മയല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ബസ്സിൽ കയറുമ്പോൾ അവിടെ വനിതാ സംവരണം എഴുതി വെച്ചിട്ടുണ്ട്. പട്ടികജാതിക്കാർക്ക് പ്രത്യേക സംവരണം ബസ്സിലില്ല. മറിച്ച് അവിടെ അംഗവൈകല്യം സംഭവിച്ചവർക്കുണ്ട്, ഗർഭിണികൾക്കുണ്ട്, പ്രായാധിക്യം സംഭവിച്ചവർക്കുണ്ട്. എന്തുകൊണ്ടാണ് ആ സംവരണം വേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ഈ സംവരണത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് അവസരം നിഷേധിക്കപ്പെട്ടവർക്ക് അവസരം കൊടുക്കുക എന്ന ലക്ഷ്യമാണ്. ഒരു ഗർഭിണിക്ക് ബസ്സിൽ ഓടിക്കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഗർഭിണിക്ക് ഇരിക്കാനുള്ള അവസരം നിഷേധിക്കരുത്. ഇതാണ് സംവരണം എന്നത്. ഒരു ഉപകരണമാണ്. രാജഭരണ കാലഘട്ട് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരാണ് ഈ നാട്ടിലെ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾ. ഒരു സമയത്ത് ഈ നാട്ടിലെ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളുടെ വീട്ടിൽ ഒരു ആൺകുട്ടി പിറന്നാൽ അവിടെ തലക്കരം കൊടുക്കണമായിരുന്നു രാജാവിന്, മീശ വന്നാൽ മീശക്കര കൊടുക്കണമായിരുന്നു, പെൺകുട്ടിക്ക് പിറന്നാൽ മുലക്കരം കൊടുക്കണമായിരുന്നു. അങ്ങനെ ചരിത്രപരമായി ഈ നാട്ടിലെ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളെ ഭരണകൂടങ്ങൾ പിഴിഞ്ഞതാണ് ചരിത്രം. അതിൻ്റെ പരിണിതഫലമായ ഒരു ബൗദ്ധിക തലത്തിലും ചിന്താതലത്തിലുമൊക്കെ ഒത്തിരി പിന്നോട്ടടി നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം നിങ്ങൾക്കെല്ലാം അറിയാം, സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയിൽ ഇന്നുവരെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരു ജഡ്ജി ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ജനസംഖ്യയുടെ 54% പിന്നോക്ക ഹിന്ദുക്കൾ. അതേസമയം പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരു ജഡ്ജി ഉണ്ടായിട്ടുണ്ട്, ബാലകൃഷ്ണൻ. ഈ ബാലകൃഷ്ണൻ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയോട് ഉറപ്പ് കൊടുത്തതുകൊണ്ടാണ് ഒരു പട്ടികജാതി ജഡ്ജി ഉണ്ടായി. അതിൻ്റെ അർത്ഥം ഭരണഘടനയുടെ 16(4) എന്ന ഖണ്ഡിക, ആ ഖണ്ഡികയിൽ പറയുന്നത് ഇന്ത്യയിൽ ജനിച്ചു വീണുന്ന എല്ലാ സമുദായങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഭരണതലത്തിൽ ഉണ്ടാകണമെന്നാണ്. 75 വർഷം പിന്നിടുന്ന ഈ രാജ്യത്ത് ഇന്നും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുവാൻ മാറിയും തിരിഞ്ഞും വന്ന ഭരണകൂടങ്ങൾ തയ്യാറായിട്ടില്ല. മറിച്ച് കേരളത്തിൽ വിപ്ലവം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്, ആരുടെയാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്. എടുത്ത് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ജീവത്യാഗം ചെയ്തിട്ടുള്ള ആരാണ്? നിങ്ങൾ രക്തസാക്ഷി മണ്ഡപങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഈ നാട്ടിലെ പട്ടികജാതിക്കാരും പിന്നോക്കക്കാരുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അടികൊണ്ട് ചത്തിട്ടുള്ള രക്തസാക്ഷികൾ. അവരുടെ പിന്തലമുറയെ മനുഷ്യരാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവരണം അട്ടിമറിക്കുന്ന EWS നയം പോലും കേരളത്തിൽ നടപ്പാക്കിയാണ്. ഇപ്പോൾ പുതിയ ഒരു സംവിധാനവുമായിട്ട് വന്നിരിക്കുന്നു. എന്താ സാധനം? ഫ്ലോട്ടിംഗ് സംവരണം നിർത്തലാക്കുന്നു. എന്താണ് ഫ്ലോട്ടിംഗ് സംവരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? സംവരണ കോട്ടയിൽ മാറ്റം വരാതെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് മാറുവാനുള്ള, ഇഷ്ടമുള്ള കോളേജിലേക്ക് മാറുവാനുള്ള അവകാശമാണ് ഫ്ലോട്ടിംഗ് സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അവകാശത്തെ നിഷേധിക്കുകയാണ്. ആ നിഷേധിക്കുന്നതിലൂടെ ഏകദേശം 600-700 വേക്കൻസികളാണ് പ്രതിവർഷം പിന്നോക്ക സമുദായങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ കാലമായതുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ വരാതെ ബുദ്ധിപരമായി ഫ്ലോട്ടിംഗ് സംവരണം നടപ്പാക്കിക്കൊണ്ട് കരയോഗം സർക്കാരായ പിണറായി സർക്കാർ ഈ നാട്ടിലെ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ
വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഈ ആരോപണം നിങ്ങൾ ഓരോരുത്തരും പത്രമാധ്യമങ്ങൾ പരിശോധിക്കണം. കാരണം ഇലക്ഷൻ സമയമാണ്, രാഷ്ട്രീയക്കാർക്ക് പരിശോധിക്കാൻ സമയമില്ല, അവർക്ക് അവരുടെ കാര്യം. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പറയാൻ ഭയമാണ്. കാരണം ഈ നാട്ടിലെ 3 മുന്നണികളെ നയിക്കുന്നത് ഈ നാട്ടിലെ 20% താഴെയുള്ള സവർണ സമുദായങ്ങളാണ്. അതിൻ്റെ നേതാക്കന്മാരാണ് ബഹുഭൂരിപക്ഷം. ഇവിടുത്തെ മന്ത്രിസഭ എടുത്ത് പരിശോധിച്ചാൽ 20-ൽ 10 സവർണ വിഭാഗത്തിൽ നിന്നുള്ളതാണ് താക്കോൽ പഴുത സ്ഥാനങ്ങളിൽ. അതുപോലെ തന്നെയാണ് ഇടതുപക്ഷത്തിലും. ഏത് ഭരണസമിതി എടുത്ത് പരിശോധിച്ചാലും ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളല്ല, എന്നാൽ ജനങ്ങൾ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളാണ്. അധികാരത്തിൽ ഇപ്പോഴും ഇരിക്കുന്നത് ബഹുഭൂരിപക്ഷവും സവർണ വിഭാഗത്തിൽ 20% വരുന്ന സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ അധികാരത്തിലിരുന്നു കൊണ്ട് അവർ നടത്തുന്ന ചേഷ്ടകളാണ് ഏതിനാധാരം ഈ വോട്ടിംഗ് സംവരണം അട്ടിമറിക്കുവാനുള്ള ശ്രമം. അപ്പോൾ ആ വോട്ടിംഗ് സംവരണം അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ധർണ നടത്തിയത്. പ്രത്യേകിച്ചും ശ്രീ പിണറായി വിജയൻ താൻ പിറന്ന സമുദായം ഞാൻ ചെത്തുകാരൻ്റെ മകനാണെന്ന് രായ്ക്ക് രാമാനം പറയുന്നുവെങ്കിൽ ഈ നാട്ടിലെ ചെത്തുകാരൻ്റെയും ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെയും മക്കൾക്ക് വിദ്യ കൊണ്ട് പ്രഭുത്വരാനുള്ള അവസരം നിഷേധിക്കുവാനുള്ള ഈ നടപടിയിൽ നിന്നും പിന്മാറണം എന്ന വിനീതമായ അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് സർക്കാർ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ധർണ നടത്തിയത്. അപ്പോൾ ഈ ധർണയുടെ ഉദ്ദേശം അതാണ്. ഞങ്ങളുടെ ധർണ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ഞങ്ങൾക്ക് നിർബാധം നൽകുവാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇന്ന് നിലവിൽ നിൽക്കുന്ന സർക്കാരുകളുടെ നടപടികൾ, അത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നടപടികൾ തത്തുല്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ധർണയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് നടത്തുന്നത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നുമല്ല, മറിച്ച് കേരളത്തിലെ ചെറിയ 6 പ്രസ്ഥാനങ്ങൾ ചേർന്ന് ആണ് ഈ പ്രസ്ഥാനം. മതേതര ജനാധിപത്യ മുന്നണി എന്ന മുന്നണി രൂപീകരിച്ചുകൊണ്ട് ദേശീയ പിന്നോക്ക സംഘടനകളുടെ നേതൃത്വത്തിൽ ശ്രീ എസ് സുവർണകുമാർ നേതൃത്വം കൊടുക്കുന്ന ഒരു മൂവ്മെൻറ്റാണ്. ഈ മൂവ്മെൻറ്റിന് നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകണം എന്ന അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ സർക്കാരിന് പിന്നോക്ക വിഭാഗക്കാരുടെ വോട്ട് വേണ്ട എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ല, ഞങ്ങളുടെ ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാരിൻ്റെ LDF ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. ആ വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ടുള്ള ഈ മുന്നണി കഴിഞ്ഞ ഗവൺമെൻറ് വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷേ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇതിന് വിരുദ്ധമായി പെരുന്നയിലുള്ള NSS ആസ്ഥാനത്തു നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഭരണം നടത്തുന്നത്. ഇതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. കാരണം ഈ രാജ്യത്തെ 80% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ അവകാശങ്ങൾ ഓരോന്നായി ഈ ഗവൺമെൻറ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. സംവരണം പോലുള്ള കാര്യങ്ങളിൽ എല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണത് കൈകാര്യം ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്ന മന്ത്രിമാരായി ഗതികെട്ട ഒരു മന്ത്രിസഭയായി പിണറായി സർക്കാർ അധപതിച്ചിരിക്കുന്നു. ഇത് വളരെ ശക്തമായ ഒരു തിരിച്ചടി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഞങ്ങളുടെ മുന്നണി മതേതര ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ ദേശീയ പിന്നോക്ക സമുദായ യൂണിയൻ്റെ കേരളത്തിൻ്റെ ഘടകം കൂടി ചേർന്ന് ഈ മുന്നണിയുടെ സംസ്ഥാന കൗൺസിലും നമ്മുടെ ദേശീയ പിന്നോക്ക സമുദായ യൂണിയൻ്റെ കേരള ഘടകവും ചേർന്നാണ് ഈ ധർണ ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇവിടെ ജാതി സെൻസസ് നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവാദം വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എന്തിനാണ് സ്റ്റാലിൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചല്ലോ, അവിടെ ഒരു അനുവാദം ചോദിച്ചില്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ബീഹാറിൽ ലാലു പ്രസാദിൻ്റെ നാട്ടിൽ നിതീഷ് കുമാർ അത് നടപ്പിലാക്കിയല്ലോ. ജാതി സെൻസസ് നടപ്പിലാക്കുക മാത്രമല്ല, ജാതി സെൻസസ് പൂർത്തിയാക്കിയിട്ട് 50% സംവരണം ഉണ്ടായിരുന്നിടത്ത് 69% അദ്ദേഹം വർദ്ധിപ്പിച്ചു. അദ്ദേഹം പിന്നെ BJP അത് വേറെ വിഷയം. അപ്പോൾ ഇത് അവിടെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല? അപ്പോൾ കേരളത്തിൽ ഈ ഭരണകൂടം ഈ രാജ്യത്തെ 20% വരുന്ന സവർണൻ്റെ കൂടെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ വിലയിരുത്തുന്നു, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ദ്രോഹങ്ങൾ ഒന്നൊന്നായി എല്ലാ ജാതി സെൻസസ് നടപ്പിലാക്കുന്നില്ല. അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ നിർത്താൻ തീരുമാനിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സംവരണത്തിൽ വെള്ളം ചേർക്കുന്നു, സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനകത്ത് വിവേചനം കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സംവരണം തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി. അതുമാത്രമല്ല,
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക സംവരണത്തിന് വേണ്ടി 1957 വാദിച്ച ആളാണ് സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ നമ്പൂതിരിപ്പാട് ഭരണപരിഷ്കാര കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സാമുദായിക സംവരണം നിർത്തലാക്കി സാമ്പത്തിക സംവരണം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് അത് ആ റിപ്പോർട്ടിൽ എഴുതി വെച്ച ആൾ ആ കേരള കൗമുദി പത്രാധിപരുടെ കുളത്തൂർ പ്രസംഗത്തിലൂടെ അത് അന്നത്തെ പിന്നെ CPM-ൻ്റെ നേതാക്കന്മാരത് പുറത്താക്കി. അത് കളഞ്ഞ് ചവറ്റുകുട്ടയിലെറിഞ്ഞു. അതിനുശേഷം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയത് പിണറായി ഗവൺമെൻറ്റാണ്, പിണറായി വിജയനാണ് ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക സംവരണം, മുന്നോക്ക സംവരണം നടപ്പിലാക്കിയത്. കാര്യം 96% സവർണ സമുദായം ഭരിക്കുന്ന, നായർ സമുദായം ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അവർക്ക് 10% മുന്നോക്ക സംവരണം കൊടുത്തുകൊണ്ട് നിയമം പാസ്സാക്കിയത് ഇന്ത്യയിലാദ്യമായി, ലോകത്താദ്യമായി പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ കാണിക്കുന്ന ഈ NSSൻ്റെ ആസ്ഥാനത്തിരുന്ന് അവർ ഡയറക്റ്റ് ചെയ്യുന്ന കണക്ക്, അവരെ റിമോട്ട് കൺട്രോളറായി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നതിൽ ശക്തമായ എതിർപ്പ് ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒരു കാരണവശാലും. ഇത് കരയോഗ മന്ത്രിസഭയായി മാറിയിരിക്കുന്നു. ഇതിന് മാറ്റം വരണം. ഇതിന് മാറ്റം വന്നില്ലെങ്കിൽ ഈ പാർലമെൻറ്റ് തടഞ്ഞപ്പോൾ ശക്തമായി തിരിച്ചടി കൊടുക്കുവാനും കൂടി ഞങ്ങൾ തയ്യാറാകും എന്നുള്ള കാര്യം അവരെ ഓർമ്മിക്കുകയാണ്. എല്ലാവിധ 80% വരെ വരുന്ന പിന്നോക്ക ദളിത് മതന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സംവരണത്തിനകത്ത് തന്നെ വലിയ വിവേചനം വന്നിരിക്കുന്നു. ഇവിടുത്തെ പിന്നോക്കക്കാരന് ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ അവന് 2.5 ലക്ഷം രൂപ. ഇവിടുത്തെ മുന്നോക്ക സംവരണക്കാരന് അവന് 8 ലക്ഷം രൂപയും 5 ഏക്കർ ഭൂമിയും വേണം, ഉണ്ടെങ്കിൽ അവൻ പിന്നോക്കക്കാരനാണ്. അതേസമയത്ത് ഇപ്പുറത്ത് 2.5 ലക്ഷം രൂപയും പിന്നെ 50 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവൻ പിന്നോക്കക്കാരൻ. ഇത് എന്തൊരു വിവേചനമാണ്! ഇതാണോ നടപ്പിലാക്കേണ്ടത്? ഇതാണ് പിന്നെ പിണറായി സർക്കാർ NSSന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ കാരണം. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ രാജ്യം വെട്ടിമുറിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പൗരത്വ നിയമം കൊണ്ടുവന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളെയും മറ്റ് സമുദായക്കാരെയും തമ്മിലടുപ്പിക്കാനുള്ള ശ്രമം, അതിനെയും ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. അതിനെതിരായും ഞങ്ങൾ നിലകൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.